ഇന്നത്തെ അനുഭവകഥ അത് ഞാൻ പറയാൻ പോകുന്നത് മായയുടേതാണ്. അപ്പോൾ മായയുടെ ശബ്ദത്തിൽ എല്ലാവരും കേട്ടിരിക്കാം. എന്റെ പേര് മായ. എനിക്ക് ഏകദേശം 36 വയസ്സുണ്ടിപ്പോൾ. വലിയ കൊട്ടാരമൊന്നുമില്ലെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു വീട് എനിക്കുണ്ട്. അതെപ്പോഴും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അതൊരു വികാരം തന്നെയാണ്. ഒരു സ്വന്തമായിട്ടൊരു വീട് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഇനി വീടിന്റെ കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടി ബാക്കിയുണ്ട്. രാവിലെയാണെന്നുണ്ടെങ്കിൽ മനോജേട്ടൻ പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, എടി മായേ, ഇന്ന് വൈകിട്ട് ഒരു മേസ്തിരി വരുന്നുണ്ട്. ആ ഒരു സിറ്റ് ഔട്ടിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ബാക്കിയില്ലേ, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വരുന്നത്. അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. പരിചയമില്ലാത്ത ഒരാള് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഏകദേശം 10 മണി കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ജനാല തുറന്ന് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിലാണെങ്കിൽ ഒരു ബാഗ്, മറ്റേ കയ്യിലാണെന്നുണ്ടെങ്കിൽ കുറേയധികം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു യുവാവ് കയറി വരുന്നു. പെട്ടെന്ന് തന്നെ ഞാനൊന്ന് അമ്പരന്നു. മറ്റൊന്നും വരുന്നില്ല, ഒരു മധ്യവയസ്കനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കയറി വരുന്നതാണെങ്കിലോ ഒരു പയ്യനും. ആളെ കണ്ടു കഴിഞ്ഞാൽ പ്രായം ഏകദേശം ഒരു 30-നോടടുത്ത് വരും. നല്ല ഉയരവും പിന്നെ തടിച്ചൊരു ശരീരപ്രകൃതിയുമാണ് ആളുടെ ഒരു കാഴ്ചപ്പാട്. പെട്ടെന്ന് എന്റെ കണ്ണുകൾ പോയത് അവന്റെ ആ ഡ്രസ്സിംഗ് സ്റ്റൈലിലേക്കാണ്. ഒരു മേസ്ത്രി ആണെന്നുണ്ടെങ്കിലും ആള് നന്നായിട്ട് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ തന്നെയാണ്. ഞാൻ വാതിൽ തുറന്ന സമയത്ത് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. നമസ്കാരം, എന്റെ പേര് രാജു. ഞാൻ മനോജേട്ടൻ പറഞ്ഞിട്ട് വരികയാണ്. അയാൾ വളരെ വിനയത്തോടെ പറഞ്ഞു. ആ, വരൂ വരൂ, അകത്തേക്ക് വന്നോളൂ. ഞാൻ അവനെ പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ഉള്ളിലേക്ക് വന്നവൻ എന്തൊക്കെ ഇങ്ങനെ പലതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു എനിക്കത് മനസ്സിലായത്. അവിടെ സിറ്റ് ഔട്ടിൽ വെച്ചിരുന്ന പെയിന്റ് ബോക്സിന്റെ ആ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കാണ് ആൾക്ക്. ആ നിമിഷം തന്നെ അവനെ കുടിക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരുന്നു. അത് ഒരു ഗ്ലാസ്സിനകത്തൊഴിച്ച് അവന് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ കൈ എന്റെ കയ്യിൽ ഇങ്ങനെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവനെന്നെ നോക്കി. എന്താ ചേച്ചിയുടെ പേര്? ഞാൻ പറഞ്ഞു, മായ എന്നാണ് എന്റെ പേര്. ആ, മനോജേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോ മായ എന്ന മറ്റൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പുഞ്ചിരിച്ചിരുന്നു. ആ സമയത്ത് അവൻ എന്തോ പറയാനിങ്ങനെ ആയിരുന്ന കണക്ക് എനിക്ക് തോന്നി. ശേഷം എന്റെ അടുത്തായിട്ട് പറഞ്ഞു, ഇത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല മായേച്ചി, ഇതെല്ലാം ഞാനിപ്പം ശരിയാക്കി തരാം. അങ്ങനെ പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ അവൻ ഓരോ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അവൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ എന്റെ ജോലികളിലേക്ക് മാറുകയായിരുന്നു. എനിക്ക് വീട്ടുപണികളായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. മാനേജേട്ടൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭക്ഷണം റെഡിയാക്കി കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾക്ക് അതെല്ലാം പെൻഡിങ് ആണ്. അത് തന്നെയായിരുന്നു എന്റെ കടന്ന പണികളും കാര്യങ്ങളൊക്കെ. ഞാൻ എന്റെ ജോലിയിൽ ശ്രദ്ധിക്കുന്ന സമയത്തും അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ആ നെറ്റിയിലാണെങ്കിൽ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വിറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. ആ ഒരു നിമിഷം തന്നെ നെറ്റിയിൽ തൊട്ട ആ ഒരു വിയർപ്പ് തുള്ളികൾ അവനൊരു തൂവാല കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ അടുത്തേക്ക് എത്തി. എന്തേലും വെള്ളം വേണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, രാജു, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പണി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി പണിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ? പെട്ടെന്ന് ഒരു ആത്മാർത്ഥതയുള്ള ഒരു പണിക്കാരനെ പോലെ അവനെനിക്ക് തോന്നി. ഇല്ല ചേച്ചി, ഈ പണി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം. എനിക്ക് ഈ ജോലി തന്നെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് എന്ന് മാത്രമായിരുന്നു ആള് പറഞ്ഞത്. അവന്റെ ആ നിഷ്കളങ്കമായ സംസാരം കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ ആ സമയമാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് മാത്രം ചെയ്തുകൊണ്ട് ഞാനൊന്ന് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് അവൻ എന്നെ വിളിച്ചു. മായേച്ചി, ഈ ഡ്രസ്സും കാര്യങ്ങളും സൂപ്പറായിട്ടുണ്ട്. ചേച്ചിക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഒരു ഷിഫോൺ സാരി ആയിരുന്നു ആ സമയത്ത് ഞാൻ ഉടുത്തിരുന്നത്. അടുക്കളയിലൊക്കെ പണി ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നൈറ്റ് ഡ്രസ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള സാരികള്. ഇത് പണ്ട് എന്റെ അമ്മ വാങ്ങിച്ചു തന്നെയായിരുന്നു. അമ്മയ്ക്ക് യൂസ് ചെയ്ത് അത് പഴക്കം ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നു. പിന്നെ എനിക്ക് എപ്പോഴും പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള സാരീസ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാരീസും കാര്യങ്ങളും ഇടയ്ക്ക് ഞാൻ എടുക്കും. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് എന്ന പോലെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതവൻ പെട്ടെന്ന് എടുത്തു പറഞ്ഞ സമയത്ത് മനോജേട്ടൻ പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
അങ്ങനെ ഒരു നിമിഷം ഞാൻ അടുക്കളയിലേക്ക് കയറി അവന് കുടിക്കാനായിട്ട് ഒരു ചൂടുവെള്ളം എടുത്തു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാം എന്ന് തന്നെ വിചാരിച്ചു. ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് പകുതി എത്തിയപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ചൂടുവെള്ളം അവിടെ പുറത്ത് നല്ല ചൂടല്ലേ, അവന് ഈ ചൂടുവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഫ്രിഡ്ജിലിരുന്ന ഇച്ചിരി സ്ക്വാഷ് എടുത്ത് കലക്കി അതൊരു ജ്യൂസ് പോലെ ആക്കിയിട്ടാണ് ഞാൻ അവിടേക്ക് കൊണ്ടു ചെല്ലുന്നത്. ഞാൻ അവിടെ കൊണ്ടു ചെല്ലുന്ന സമയത്ത് പോലും എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടി ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ അവൻ ആ നിൽക്കുന്ന ഡെസ്കിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ അവൻ ചെയ്യുന്ന പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അവൻ ആ ചാന്ത് കുഴച്ചുകൊണ്ട് ആ സിമെന്റ് ഭിത്തിയിൽ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഒരു ഭിത്തിയിൽ നിന്നും ചെറിയൊരു സിമെന്റിന്റെ ഒരു ചെറിയ കഷ്ണം മാത്രം എന്റെ ദേഹത്തേക്ക് തന്നെ തെറിച്ചു വീണത്. പെട്ടെന്ന് എന്റെ ഷിഫോൺ സാരിയില് ആ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തെറിച്ചു വീണു. എന്റെ കയ്യിലും എല്ലായിടത്തും പറ്റിയിരിക്കുന്നു. പെട്ടെന്ന് എനിക്കൊരു ചെറിയ ദേഷ്യം തോന്നിയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ഞാനും ചിരിച്ചുകൊണ്ട് നിന്നു. അതിനുശേഷം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എന്റെ സാരി മൊത്തം കുളമായി കേട്ടോ, പുതിയ സാരി വാങ്ങിച്ചു തരണം എന്ന് ചുമ്മാ ഞാൻ പറയുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഡെസ്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തും സിമെന്റ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനിങ്ങനെ കളിരസം പോലെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവൻ എൻ്റെ അടുത്തായിട്ട് വന്ന് പറഞ്ഞു, ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ, ഇതിപ്പം ശരീരത്ത് മൊത്തം ആയല്ലോ, ഞാൻ എന്തെങ്കിലും ആ ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് തുടച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ തുണിയിൽ നിന്ന് പോകത്തില്ല, ചേച്ചി ഇത് ശ്രദ്ധിക്കേണ്ടതല്ലേ, കയ്യിലോ അവിടെ എന്തെങ്കിലുമൊക്കെ പൊള്ളിക്കഴിഞ്ഞാല് അത് പിന്നെ അത് മതി, സിമെന്റാണ്, സൂക്ഷിക്കണം എന്ന് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരല്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പറ്റിയ ആ ഒരു സിമെന്റും കാര്യങ്ങളൊക്കെ അവൻ അവന്റെ ആ ഒരു ലുങ്കിയിലെ ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് അത് തുടച്ചു കളയുകയും ചെയ്തു. ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഞാനത് സെറ്റാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൈപ്പിന്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി. ആ നിമിഷം ആ ഒരു പൈപ്പിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണെങ്കിൽ അവൻ അവന്റെ കാല് ആദ്യം ഒന്ന് കഴുകി, എന്നിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്തതിനു ശേഷം ഒരു തുണിയിൽ മുക്കി അത് സിമെന്റ് വീണ ഭാഗങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുത്തു. ചേച്ചിക്ക് നാളെ എന്തെങ്കിലും ഞാൻ ഡ്രസ്സും കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് തരുന്നതായിരിക്കും. ഇത് എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധവും കാര്യങ്ങളും അല്ലേ, അത് ഞാൻ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തോളാം എന്ന് മാത്രമായിരുന്നു അവൻ പറഞ്ഞത്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് ഓന്നി എന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ചുമ്മാതെ പറഞ്ഞു എന്റെ കുട്ടാ, നിനക്ക് ആകെ ഇവിടുന്ന് മനോജേട്ടൻ തരുന്ന ആ ഒരു ശമ്പളമല്ലേ ഉള്ളൂ, അത് വെച്ചിട്ട് നീ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാ എന്ന് മാത്രം ഞാൻ ചോദിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ഒന്നും വേണ്ടിയില്ല. ശേഷമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തൊക്കെയായാലും വേറെ ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ സമ്പാദിക്കുന്നൊന്നുമില്ലല്ലോ, ഇപ്പോ എന്തൊക്കെയായാലും എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നിരിക്കും എന്ന് മാത്രം അവൻ പറഞ്ഞു. അപ്പോൾ അവന്റെ ആ ഒരു കാര്യപ്രാപ്തിയും പിന്നെ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചു. വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരു പയ്യൻ, എനിക്ക് അങ്ങനെയാണ് അവന്റെ കാര്യങ്ങൾ തോന്നിയത്. അങ്ങനെ ഞാൻ തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ പോയി. അങ്ങനെ അവന് വേണ്ടിയിട്ട് ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുമായിരുന്നു ഞാൻ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നെനിക്ക് തോന്നി. അതിന് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് വെച്ച് ഞാൻ എന്തൊക്കെയോ ആക്കി വെച്ചു. ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച സമയത്താണെന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ അടുക്കളയിലെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ മറുപടി പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് കാണാനായിട്ട് വന്നതാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് അമ്പരന്ന് പോയി, എന്താണ് അങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ തന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? മറ്റൊന്നുമില്ല ചേച്ചി, ഞാൻ അവിടെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ക്ഷീണിച്ചു പോയി, ഒന്ന് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ ഇരുന്നോ, ഇതേ കസേര കിടക്കുന്നുണ്ടല്ലോ, ഇതാകുമ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് അവിടെ ഇരുത്തി. അതിനുശേഷം അവൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്? മനോജേട്ടനുമായിട്ട് ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ വീണ്ടും അവന്റെ ചോദ്യം ആവർത്തിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളുകൾക്ക് ശേഷമാണ് കുട്ടിയൊക്കെ ആയത്? അതെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ തന്നെ മറുപടി പറഞ്ഞു, എനിക്ക് ഒരു മോളായിരുന്നു, അതാണെങ്കിൽ ഇപ്പോൾ LKG പഠിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 വർഷമായി, അതിനുശേഷമാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നത്. അത് ഞാൻ ഒരു മടിയും കൂടാതെ അവന്റെ അടുത്തായിട്ട് പറഞ്ഞു. അത് മനോജേട്ടൻ ആദ്യമൊക്കെ അതർ സ്റ്റേറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മഹാരാഷ്ട്ര, മുംബൈ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അധികം കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു.
പിന്നെ എനിക്ക് ചെറിയ ആ ഒരു ശാരീരിക പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാകാൻ കുറച്ച് വൈകിയത്. ഇതെല്ലാം ഞാൻ ഒരു ഫ്രണ്ട് എന്ന പോലെ അവന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഒരാശ്ചര്യത്തിന്റെയും ഒരാകാംക്ഷയുടെയും എല്ലാം കേട്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ. അങ്ങനെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്തായി ചോദിച്ചു, അമ്മായിയമ്മയും അമ്മായിച്ചനും ഒന്നും കാണുന്നില്ല ഇവിടെ, അവരാരും ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അവരെല്ലാം അങ്ങ് തറവാട്ട് വീട്ടിലാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും മനോജ് ചേട്ടനും പിന്നെ കുട്ടിയും കൂടെ ഇങ്ങോട്ട് മാറിയത് എന്ന് ഞാൻ അവൻ്റെ അടുത്തായിട്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ എനിക്ക് മറുപടി തന്നു, ഒരു കണക്കിന് അത് തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യം ചേച്ചി. അത് മറ്റൊന്നുമല്ലല്ലോ, നിങ്ങൾക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണ്ടേ, അത് നല്ലത് കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എന്തായാലും മനോജ് ചേട്ടന് കിട്ടിയത് ചേച്ചിയുടെ ഒരു ഭാഗ്യമാണല്ലേ. ചേച്ചിയെ കിട്ടിയതും മനോജ് ചേട്ടന്റെ ഒരു ഭാഗ്യം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖം ഒന്ന് വാടി. കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആ ഒരു കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവനത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എനിക്ക് മനോജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നുമില്ല എൻ്റെ രാജു. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും കാണില്ലേ, പിന്നെ അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ അവനെ ഒരു ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. അവൻ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു ചായയും കൂടെ കുടിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് അടുക്കളയിൽ ഇങ്ങനെ വന്നു നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സ്വല്പം എൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. ആ ടൈമിൽ അവൻ്റെ ആ വിയർപ്പിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ശരിക്കും അതൊരു മോശമായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളോ അല്ലായിരുന്നു. ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ആണിന്റെ അല്ലെങ്കിൽ ഒരു പൗരുഷമായിട്ടുള്ള ആ ഒരു സ്മെല്ല് കാര്യങ്ങളെന്നൊക്കെയാണ് എനിക്ക് ആ നിമിഷം അതിനെ തോന്നിയത്. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചെലവഴിക്കുന്ന നിമിഷങ്ങളിലാണെന്നുണ്ടെങ്കിലും എനിക്ക് തന്നെ തോന്നിപ്പോയി. കാരണം എനിക്ക് എപ്പോഴെങ്കിലും ഒരു കെയർ കാര്യങ്ങളൊക്കെ അധികം കിട്ടിയിട്ടില്ലായിരുന്നു. മനോജ് ചേട്ടനാണെങ്കിൽ ശരിയെന്നെ അധികം എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാറില്ലായിരുന്നു. അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ വന്ന് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു കെയർ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന പോലെ. ചേച്ചി എന്തോ വിഷമം അനുഭവിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു മേസ്തിരിയാണ് ഞാനെന്നെങ്കിലും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് നല്ല പരിചയമാണ് ചേച്ചി. എനിക്ക് അങ്ങനെ തോന്നിയൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. ചേച്ചിക്ക് അങ്ങനെ ഏതെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടോ? അവനത് ചോദിക്കുന്ന സമയത്ത് മറ്റാരും ചോദിക്കാത്ത ഒരു ചോദ്യം തന്നെ. ആ സമയത്ത് ഞാൻ ആദ്യം ഒന്ന് ചിരിച്ചു. ശേഷം ഞാൻ ആ വിഷയവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചു. അതൊക്കെ പോട്ടെ രാജു, പണി എത്ര നേരം എടുക്കും, ഇപ്പോഴെങ്ങനെ തീരുവോ എന്നൊക്കെ ഞാൻ ചുമ്മാ അവൻ്റെ അടുത്ത് ചോദിച്ചു. ആ നിമിഷം ഞാൻ ആ വിഷയം മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ എൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കി. ശേഷം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പണി എപ്പം തീരും എന്നതിലല്ല കാര്യം, ചേച്ചിക്ക് സന്തോഷമായിട്ടിരിക്കാൻ എന്ത് കാര്യമാണ്, എന്തിലാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം, ഇതൊക്കെ അറിയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് മാത്രമായിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും വേണ്ടിയില്ല. ചിരിച്ച മുഖം ഒന്ന് വാടിയ ശേഷം ഞാൻ ആ പണിയിൽ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അതായത് ഈ പറയുന്ന പോലെ പാത്രങ്ങളും അതെല്ലാം വാഷ് ചെയ്യുന്ന കാര്യങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാനിങ്ങനെ തറപ്പിച്ചു നിന്നു. അതിനൊന്നും മറുപടി കൊടുക്കാതെ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പ്രതീക്ഷിച്ചപ്പോ ആ മെല്ലെ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി. പണി ചെയ്യാനാണെന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നി. ഞാനൊന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്ന സമയത്ത് അവൻ വാടിയ മുഖമായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും മിണ്ടാത്തതിൽ എനിക്ക് പരിഭവം തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. ചേച്ചി എന്നൊരു വിളി മാത്രം കേട്ടു. ഞാൻ പെട്ടെന്ന് അവിടേക്ക് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ കാല് തെറ്റി ഒന്ന് വീണ കണക്കാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടേക്ക് ഓടിച്ചിരുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ് കിടക്കുന്ന അവനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ ആ നിമിഷം എന്നെ നന്നായിട്ട് താങ്ങാനും പിടിക്കാനുമായിട്ട് ഇങ്ങനെ വന്നു. എന്തോ ഒരു വെപ്രാളമാണെന്ന് തോന്നുന്നു. കാരണം വീണേന്റെ വേദനയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മെല്ലെ മെല്ലെ അവനെ പൊക്കിയെടുത്തു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ നല്ല വേദന ഉള്ളതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ മെല്ലെ മെല്ലെ പിടിച്ചുകൊണ്ട് ഞാൻ പതുക്കെ അവനെ ആ ഒരു സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടിരുത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, എവിടെയാണെന്നുണ്ടെങ്കിൽ തെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം അവൻ പറഞ്ഞു. ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം അവനാണെന്നുണ്ടെങ്കിൽ വേദന കൊണ്ട് നിൽക്കുകയാണ്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ നെറ്റിയിൽ നിന്നും കഴുത്തിൽ നിന്നും എല്ലാം വിയർപ്പിങ്ങനെ ഒഴുകുകയായിരുന്നു. കാരണം പുറത്ത് അതിശക്തമായിട്ടുള്ള വെയിലും കാര്യങ്ങളാണ്.
അതിന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ആ നിമിഷം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ടവല് ഞാൻ മാത്രം കുളിച്ചു തോർത്തുന്നത് മാത്രമാണ്. അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് അവന്റെ കയ്യിലേക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം അവന്റെ കയ്യിലും കാലിലും എല്ലാം അപ്പാടെ ചെളിയും സിമെന്റും എല്ലാം ആയിരുന്നു. ആ നിമിഷം ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിയർപ്പാണെന്നുണ്ടെങ്കിൽ തുടച്ചു കളയാൻ പോലും അവന് പറ്റുന്നില്ലായിരുന്നു. ആ നിമിഷം ഞാൻ ആ ഒരു ടവലും കാര്യങ്ങളും എടുത്ത് ആ ഒരു വിയർപ്പ് തുള്ളികളെ തുടച്ച് നീക്കം ചെയ്തു. ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ചെയ്യുന്ന സമയത്ത് അവൻ എന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു, ചേച്ചി, മായേച്ചി, ചേച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആ സമയത്ത് എന്തോ ഒരു ദേഷ്യമോടൊക്കെ എനിക്കിനെ ഫീൽ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല എന്റെ രാജു. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നീ ഈ വീണ കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചില്ല. അത് എന്റെ മിസ്റ്റേക്കായിട്ട് തോന്നുന്നു എന്ന് മാത്രം പറഞ്ഞു. ആ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. മറ്റൊന്നുമല്ല, നേരത്തെ ഞാൻ ഒരു കാര്യം ചോദിച്ചായിരുന്നു. ആ സമയത്ത് ചേച്ചിയൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കൽ പോലെ ഞാനിങ്ങനെ ഇരുന്നു. ആ സമയം അവന്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ഇരുന്നത്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു രാജു. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നിന്നോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ നമുക്ക് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു അനുഭവം തന്നെയാണ് എൻ്റേത്. ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ലൈഫ് എന്തോ പോലെയൊക്കെ ആയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങള്. ഞാൻ അതെല്ലാം പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ തോളിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ രാജു വരുന്നു. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന കണക്ക് എനിക്ക് തോന്നിപ്പോയി. അവന്റെ ആ നിഷ്കളങ്കമായ ആ ഒരു കാര്യം കണ്ട സമയത്ത് ഞാൻ പെട്ടെന്ന് ഒന്ന് പുഞ്ചിരിച്ചു. എന്താണിത് എന്ന് മാത്രം ഞാൻ ചോദിച്ചു. അവൻ എന്റെ കാര്യങ്ങളെല്ലാം കേട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എല്ലാത്തിനും അതിൻ്റെതായ ടൈമും കാര്യങ്ങളും ഉണ്ട് മായേച്ചി. അത് സമയത്തിന് കിട്ടിക്കോളും. പിന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാൽ അല്ലെങ്കിൽ ഒരു ജീവിതം ബോറായിട്ട് തോന്നും നമുക്ക്. അവൻ ആ ഒരു ഒളുക്കിയ കാലമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു, ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നോക്കിയാ പോരെ. ഇപ്പൊ ഈ വയ്യാത്ത കാലം വെച്ച് ഈ ചാന്തം കാര്യങ്ങളൊക്കെ കുഴക്കുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതെല്ലാം ഒന്ന് വടിച്ചു വാരി വെച്ചതിന് ശേഷം പതുക്കെ ആ ഒരു പണിയായുധങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ആ, ഞാൻ ഓക്കെയാണ് ചേച്ചി. എന്ന് ശേഷമാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ബാക്കി ബാഗിൽ വെക്കേണ്ട കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ പോകുകയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ആ, ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നു. പിന്നെ നാളെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഉള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഫുള്ള് ഇരിക്കാം. ചേച്ചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ വന്നിട്ട് അങ്ങ് പൊക്കോളാം. ചേച്ചിക്കൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഇങ്ങോട്ട് വരാം എന്ന് മാത്രം അവൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് ആ സമയം ഒന്നും മിണ്ടാനും തോന്നിയില്ല. എന്തായാലും അത് നോക്കാം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ. അവൻ ആ ഒരു സമയത്ത് പടിയിറങ്ങി പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നിയിരുന്നു. കാരണം പെട്ടെന്ന് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആള് അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമാകുന്ന എനിക്ക് തോന്നി. അങ്ങനെ കുറെ സമയമാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചു. എനിക്ക് മുറിക്കകത്തേക്ക് പോകാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ മനോജ്, അതായത് എൻ്റെ ഭർത്താവ് വരുന്നിടം വരെയും ഞാൻ ആ സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നു. ആ ടൈമിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ ടൈമിൽ എന്തൊക്കെയോ ആ ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ തുടങ്ങുന്നതൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു 5:30 മണി കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ മനോജ് വീട്ടിലേക്ക് വന്നു. ആ ടൈമിൽ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിന്നെങ്കിൽ മനോജിന് ഒന്നും തൃപ്തി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നുണ്ട്. അവൻ എന്തുകൊണ്ട് ചെയ്തില്ല, ഇതെല്ലാം നീ ചെയ്യിപ്പിക്കണ്ടല്ലേ എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മനോജ്, കുറച്ചടങ്ങ് കേട്ടോ, ഇങ്ങനെ കിടന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ തറപ്പിച്ച് തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ എന്നോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. ഇനി എന്താണ്, ഫോണിൽ നോക്കി കളിക്കാനല്ലേ പോകുന്നത് എന്ന് ഞാൻ ഒന്ന് ചോദിക്കുന്ന സമയത്ത് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനും മനോജുമായിട്ട് നല്ല ദേഷ്യപ്പെട്ടാണ് കയറിയത്. ഞാൻ ആ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പക്ഷേ മനോജ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല. മോൾക്കും എനിക്കും കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് കഴിച്ചതിന് ശേഷം ഞാൻ അവിടേക്ക് ചെന്നു. അപ്പോൾ തന്നെ മനോജ് നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാൻ പിന്നെ
ഒന്നും ചോദിക്കാതെ അകത്തുനിന്ന് കയറിപ്പോരുന്നു. ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഥയുടെ ബാക്കി വേണ്ടവർ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കഥ ഈ ഒരു സീരീസ് വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കിനി പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.